നിങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രത്യേക നന്ദി ചില കാര്യങ്ങളിൽ ഞങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ മനോരമ പത്രം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 58 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും ഭദ്രമാണ്, മേൽക്കൈയുണ്ട് എന്ന് നല്ല ആകർഷകമായ നിലയിൽ കൊടുക്കാനിടയായി. എന്നാൽ കേരളത്തിൽ 64 പിന്നീട് വന്നത്. തളിപ്പറമ്പിലെ ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിലെ വോട്ട് സ്വാഭാവികമായും പകുതിയെങ്കിലും കൂട്ടാമല്ലോ, മുഴുവൻ കൂട്ടാമല്ലോ. അതെല്ലാം ചേർത്താൽ ഒരു 65-ലധികം അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല അബ്സല്യൂട്ട് മെജോറിറ്റിയിലാണ് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്നത് ഈ ത്രിതലത്തിൽ ജില്ലാ പഞ്ചായത്തിലെ വോട്ടാണ്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുന്നതിന് കരുത്ത് നൽകുന്നതാണ്. മാത്രമല്ല, ജില്ലയിലെടുത്താൽ എല്ലാവരും മാധ്യമങ്ങളിൽ പലരും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നതാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം. ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ നിലയെടുത്താൽ 1,00,000-ഓളം വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിസ്സാരമല്ല. വടകര പാർലമെൻറ്റ് അംഗത്തിൻ്റെ ആസ്ഥാനം വടകര എടോടി വാർഡാണ്, മുനിസിപ്പാലിറ്റിയിലെ. ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന വാർഡയല്ല. അവിടെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം കൊണ്ട് തന്നെയാവാം ഇത്തവണ നല്ല അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ ഇടതുപക്ഷം ജയിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ വടകര മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ അസംബ്ലി മണ്ഡലം എടുത്താലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിരുന്ന പിന്നോക്കാവസ്ഥയിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് വരാനും വലിയ നിലയിൽ മുന്നേറ്റമുണ്ടാക്കി ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. നേരിയ വ്യത്യാസത്തിലാണ് പല മണ്ഡലങ്ങളിലും ഞങ്ങൾ 1000-2000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ചില മണ്ഡലങ്ങളിൽ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമം എടുത്താൽ അതിലും മാറ്റമുണ്ടാകും. ഇപ്പോൾ അല്പം പിറകിലായി നിൽക്കുന്നത് അതൊന്നും ഒരു അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നേയില്ല, കാണുന്നില്ല. അതാണ് സെക്രട്ടറി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, കൺവീനർ ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ എന്തുകൊണ്ട് പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല? അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആഴത്തിലും സൂക്ഷ്മതലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ഞങ്ങൾ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്നിട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നല്ല കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മൂന്നാം ഭരണത്തിലേക്ക് ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിലപാട്.